ഇന്നൊരു കണവ പെപ്പർ റോസ്റ്റാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ചിരിപ്പുണ്ട്. പാൻ ചൂടായതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും 8 വെളുത്തുള്ളി അല്ലി ചെറുതായി അരിഞ്ഞതും 2 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. ഞാൻ 2 സവാളയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഉപ്പിട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ സവാള ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 10-15 ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് കൂടും നമ്മുടെ റോസ്റ്റിന്. ഇനി ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇവിടെ നമ്മുടെ സവാള എല്ലാം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. നമ്മുടെ എരിവിന് ആവശ്യമായ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വലിയൊരു തക്കാളി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരണം. തക്കാളിയൊക്കെ ഇവിടെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കണവ ചേർത്ത് കൊടുക്കാം. 1/2 കിലോ കണവയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാല എല്ലാം കണവയിൽ നന്നായിട്ട് പിടിക്കണം. അതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റോളം ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മസാലയിൽ നന്നായിട്ട് കണവ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണവയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ 10-15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ കണവയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അടിയിൽ പിടിക്കുന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒന്നുകൂടി മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കണവയൊക്കെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി തുറന്ന് വെച്ച് നമുക്കിനി ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ച് വരട്ടിയെടുക്കാം. നമ്മുടെ ഗ്രേവി വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഗ്രേവിയൊക്കെ വറ്റി നമ്മുടെ കണവ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. അവസാനം കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും വിതറി കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ റോസ്റ്റിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഈ റോസ്റ്റിന് അത്യാവശ്യം നല്ല എരിവുണ്ടായിരിക്കും. എരിവ് അധികം വേണ്ടെങ്കിൽ കുരുമുളക് പൊടിയുടെ അളവ് കുറച്ചിട്ടാൽ മതി. അങ്ങനെ നമ്മുടെ കണവ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം അറിയിക്കുക. താങ്ക്